കീവിലെ ഇന്ത്യൻ ഫാർമ കമ്പനിക്ക് നേരെ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതായി യുക്രൈൻ. ഇന്ത്യയുമായി സൗഹാർദ്ദം അവകാശപ്പെടുമ്പോഴും മോസ്കോ മനഃപൂർവ്വം ഇന്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുകയാണെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകൾ നശിപ്പിക്കുകയാണെന്നും യുക്രൈൻ എംബസി ആരോപിച്ചു. കീവിലെ ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണിൽ റഷ്യയുടെ മിസൈൽ പതിച്ചതായി യുക്രൈൻ ആരോപിച്ചു. കുസും എന്ന ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണിന് നേരെ റഷ്യ ബോധപൂർവം ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് യുക്രൈൻ പറയുന്നത്. ഇന്ത്യയുമായി സൗഹാർദ്ദം അവകാശപ്പെടുമ്പോഴും മോസ്കോ മനഃപൂർവ്വം ഇന്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുകയാണെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകൾ നശിപ്പിക്കുകയാണെന്നും യുക്രൈൻ എംബസി ആരോപിച്ചു. റഷ്യ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് എന്ന ഹാഷ്ടാഗോടെ ഇന്ത്യയിലെ യുക്രൈൻ എംബസി ശനിയാഴ്ച ഈ വിവരം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. കീവിന്റെ ഔദ്യോഗിക പോസ്റ്റിന് മുമ്പ് തന്നെ ആക്രമണം സംബന്ധിച്ച വിവരം യുക്രൈനിലെ ബ്രിട്ടീഷ് അംബാസഡർ മാർട്ടിൻ ഹാരിസ് എക്സിലൂടെ അറിയിച്ചിരുന്നു. ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ പോസ്റ്റാണ് യുക്രൈൻ എംബസി പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ റഷ്യൻ ഡ്രോണുകൾ കീവിലെ ഒരു പ്രധാന ഫാർമാസ്യൂട്ടിക്കൽ വെയർഹൌസ് പൂർണ്ണമായും നശിപ്പിച്ചു. പ്രായമായവർക്കും കുട്ടികൾക്കും ആവശ്യമായ മരുന്നുകളുടെ ശേഖരം കത്തിച്ചു. യുക്രൈൻ ജനതയ്ക്ക് നേരെയുള്ള റഷ്യൻ ഭീകരാക്രമണം തുടരുന്നു, മാർട്ടിൻ ഹാരിസ് എക്സിൽ കുറിച്ചു. ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസും യുക്രൈനിലെ ഏറ്റവും വലിയ ഫാർമസി കമ്പനികളിൽ ഒന്നാണ്. കീവിലെ ഇന്ത്യൻ ഫാർമ കമ്പനിക്ക് നേരെ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതായി യുക്രൈൻ. ഇന്ത്യയുമായി സൗഹാർദ്ദം അവകാശപ്പെടുമ്പോഴും മോസ്കോ മനഃപൂർവ്വം ഇന്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുകയാണെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകൾ നശിപ്പിക്കുകയാണെന്നും യുക്രൈൻ എംബസി ആരോപിച്ചു. കീവിലെ ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണിൽ റഷ്യയുടെ മിസൈൽ പതിച്ചതായി യുക്രൈൻ ആരോപിച്ചു. കുസും എന്ന ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണിന് നേരെ റഷ്യ ബോധപൂർവം ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് യുക്രൈൻ പറയുന്നത്. ഇന്ത്യയുമായി സൗഹാർദ്ദം അവകാശപ്പെടുമ്പോഴും മോസ്കോ മനഃപൂർവ്വം ഇന്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുകയാണെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകൾ നശിപ്പിക്കുകയാണെന്നും യുക്രൈൻ എംബസി ആരോപിച്ചു. റഷ്യ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് എന്ന ഹാഷ്ടാഗോടെ ഇന്ത്യയിലെ യുക്രൈൻ എംബസി ശനിയാഴ്ച ഈ വിവരം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. കീവിന്റെ ഔദ്യോഗിക പോസ്റ്റിന് മുമ്പ് തന്നെ ആക്രമണം സംബന്ധിച്ച വിവരം യുക്രൈനിലെ ബ്രിട്ടീഷ് അംബാസഡർ മാർട്ടിൻ ഹാരിസ് എക്സിലൂടെ അറിയിച്ചിരുന്നു. ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ പോസ്റ്റാണ് യുക്രൈൻ എംബസി പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ റഷ്യൻ ഡ്രോണുകൾ കീവിലെ ഒരു പ്രധാന ഫാർമാസ്യൂട്ടിക്കൽ വെയർഹൌസ് പൂർണ്ണമായും നശിപ്പിച്ചു. പ്രായമായവർക്കും കുട്ടികൾക്കും ആവശ്യമായ മരുന്നുകളുടെ ശേഖരം കത്തിച്ചു. യുക്രൈൻ ജനതയ്ക്ക് നേരെയുള്ള റഷ്യൻ ഭീകരാക്രമണം തുടരുന്നു, മാർട്ടിൻ ഹാരിസ് എക്സിൽ കുറിച്ചു. ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസും യുക്രൈനിലെ ഏറ്റവും വലിയ ഫാർമസി കമ്പനികളിൽ ഒന്നാണ്.